ടീച്ചർമാരെ, നിങ്ങളുടെ ചെറുപ്പകാലത്ത്, അതായത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർമാരിൽ ഏത് ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? ഏത് ടീച്ചറുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നത്? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ ക്ലാസ് എങ്ങനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ചാണ്. നിങ്ങളുടെ പഴയകാലത്ത് ഇഷ്ടപ്പെട്ട ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് ഓർത്തെടുത്താൽ തന്നെ നിങ്ങൾക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൽകാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ആക്ടിവിറ്റിയും ലെസൺ പ്ലാനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ചില കുട്ടികൾക്ക് നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ചില കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കും. ചില കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടാവില്ല. അതേസമയം ചില കുട്ടികൾ നിങ്ങളെ പേടിച്ച് ഒന്നും ചോദിക്കാതെ ഇരിക്കും. അപ്പോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ലെസൺ പ്ലാനും ആക്ടിവിറ്റീസും അതുപോലെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഉണ്ടാക്കാൻ. ഇനിയിപ്പോ ഒരു ഡിസിപ്ലിൻ ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ നല്ല രീതിയിൽ ടീച്ചിങ് നടക്കണമെന്നില്ല. അങ്ങനെയുള്ള ക്ലാസ് ഒരു നല്ല സക്സസ്ഫുൾ ക്ലാസ് ആണെന്നോ അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കി തരുമെന്നോ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത്. അതായത് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ കുട്ടികളുടെ സോഷ്യൽ, കോഗ്നിറ്റീവ്, ഫിസിക്കൽ, സൈക്കോമോട്ടർ സ്കിൽസ് ഇതിലൊന്നും ഒരു ഇംപ്രൂവ്മെന്റും ഉണ്ടാവില്ല. ഇത്തരത്തിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് എപ്പോഴും ഉള്ള ഒരു ക്ലാസ്സില് സബ്ജക്ട് ബൈഹാർട്ട് പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. മറിച്ച് ടീച്ചറും കുട്ടികളും തമ്മിൽ നല്ലൊരു കോൺവെർസേഷൻ ഒക്കെ നടന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ടീച്ചറും കുട്ടികളും അതിനുള്ള സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തി അത് അവരുടെ റിയൽ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടീച്ചിങ് ആൻഡ് ലേണിംഗ് നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അപ്പോ ഇങ്ങനെ ഒരു മെന്റാലിറ്റിയിലൂടെയാണ് നിങ്ങൾ പുതിയ ടീച്ചർമാർ ക്ലാസ്സിൽ പോകുന്നതെങ്കിൽ നിങ്ങളുടെ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പേഴ്സണാലിറ്റിയും അതുപോലെ നിങ്ങളുടെ സബ്ജക്ട് നോളജും ഒക്കെ ഉപയോഗിച്ച് ഒരു സക്സസ്ഫുൾ ടീച്ചർ ആവുന്നതിൽ നിന്നും നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. അപ്പൊ നിങ്ങൾ പുതിയ ടീച്ചർമാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാല് നിങ്ങൾക്കത് എപ്പോഴും ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.